ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ മോഡ്യൂൾ 1ൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഹൂക്സ് ലോ ആണ്. അപ്പോൾ ആദ്യം സ്ട്രെസ് എന്തുവാ, സ്ട്രെയിൻ എന്തുവാന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഈ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 1 പാസ്കൽ ആണ്, ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രോബ്ലം സോൾവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ചിലപ്പോൾ പാസ്കലിലോ മെഗാ പാസ്കലോ ജിഗാ പാസ്കൽ അങ്ങനെ അവർ തരും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ 1 പാസ്കൽ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1 മെഗാ പാസ്കൽ ഇസ് ഈക്വൽ ടു 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ പെർ സ്ക്വയർ ആണ്. ഓക്കെ, 1 ജിഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ പെർ സ്ക്വയർ ആണ്. ഓക്കെ, സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാനുള്ളതാണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതിൻ്റെ യൂണിറ്റ് പാസ്കൽ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് എഴുതാം. മെഗാ പാസ്കൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ പെർ സ്ക്വയർ. 1 ജിഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോഡിയിനകത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ലെങ്തിനെക്കാട്ടിലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്രസ് ആകാം, ഡിഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ΔL/L, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹൂക്സ് ലോ പറയുന്നത്. അപ്പോൾ ഹൂക്സ് ലോ എന്തുവാ, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് ഹൂക്സ് ലോ. ഓക്കെ, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ നമ്മൾ പറഞ്ഞു. ആ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത്, അതാണ് യങ്സ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഈ ഹൂക്സ് ലോ ഈസ് വാലിഡ് അപ് ടു ദ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹൂക്സ് ലോ ഈസ് വാലിഡ് അപ് ടു ദ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണലിറ്റി. ഇനി അടുത്ത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് ദ മൈൽഡ് സ്റ്റീൽ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ്, വൈ ആക്സിസിനകത്ത് സ്ട്രെസ്സാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ആയി പോവും. ഇതിലുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണലിറ്റി, ഇതിലെയാണ് സ്ട്രെസ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ നമ്മൾ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ് ടു ബി എലാസ്റ്റിക് ലിമിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ലോവർ ഈൽഡ് പോയിൻറ്റ് സി, അപ്പർ ഈൽഡ് പോയിൻറ്റ് സി ഡാഷ്. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിൻ ഹാർഡനിങ് സ്റ്റാർട്ട്സ്, പിന്നെ മാക്സിമം സ്ട്രെസ് പോയിൻറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിൻറ്റ്, പിന്നെ ഫ്രാക്ചർ പോയിൻറ്റ്. അപ്പം ഇതിനകത്ത് OA എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് റീജിയൻ, ആ റീജിയനിലാണ് ഹൂക്സ് ലോ ഈസ് വാലിഡ്, ഇതുവരെയേ ഉള്ളൂ. പിന്നെ എലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ് വരെ ഉള്ളതാണ് എലാസ്റ്റിക് റീജിയൻ. പിന്നെ BC എന്ന് പറയുന്നത് BC വരെ ഉള്ളത് എലാസ്റ്റോ പ്ലാസ്റ്റിക് റീജിയൻ ആണ്. പിന്നെ CD റീജിയനകത്ത് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് റീജിയൻ ആണ്. DE എന്ന് പറയുന്നത് സ്ട്രെയിൻ ഹാർഡനിങ്. പിന്നെ EF എന്ന് പറയുന്നത് നെക്കിംഗ് റീജിയൻ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഇൻ ദ കോമ്പോസിറ്റ് ബാർസ്. അതിന് മുൻപ് നമുക്ക് ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് എന്തുവാ, ഇത് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെൻസൈൽ സ്ട്രെസ് എന്തുവാ, കംപ്രസീവ് സ്ട്രെസ് എന്തുവാണ് അല്ലേ. അപ്പോൾ ഒരു ബോഡിയിനകത്ത് പുള്ള് ഇങ്ങനെ എലോങ്കേഷൻ നടക്കുന്ന രീതിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഉണ്ടാവുന്ന ഡിഫോർമേഷനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അവർ ടെക്നിക്കലായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷസ്, ഇത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷ്യൽ പുൾസ് ഇളുക്കുന്നതാണെങ്കിൽ ടെൻസൈൽ, കംപ്രസ് പുഷ് ചെയ്യുവാണെങ്കിൽ അതാണ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ. കോമ്പോസിറ്റ് ബാർസിനകത്ത് എലോങ്കേഷൻ ഓർ സെയിം ഫോർ ബോത്ത് ദ ബാർസ്. ഇപ്പോൾ ഇത് നമ്മൾ ബ്രാസിൽ എടുക്കുവാണെങ്കിൽ, ഇത് കോപ്പറിൽ എടുക്കുവാണെങ്കിൽ
ഇത് രണ്ടത്തിൻ്റെ എലോങ്കേഷൻ സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഈ മെറ്റീരിയൽ വേറെയാണ്, ഇതിൻ്റെ മെറ്റീരിയൽ വേറെയാണ്. പക്ഷേ ഇത് ആക്ട് ചെയ്യുമ്പോൾ ഒറ്റ യൂണിറ്റിലേ ആക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം എലോങ്കേഷൻ ആർ സെയിം ഫോർ ബോത്ത് ദ ബാർസ്. അപ്പോൾ ഡെൽറ്റ L1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ L2 വെച്ചിട്ട് നമ്മൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് σ1/E1 ഇസ് ഈക്വൽ ടു σ2/E2. σ1 അതായത് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സ് വേറൊരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സ് വെച്ചിട്ട് ഈ മോഡുലാർ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ വെച്ചോ, സ്ട്രെസ് ഇൻ ബ്രാസ് ബാർ കണ്ടുപിടിക്കണം, സ്ട്രെസ് ഇൻ ദ കാപ്പർ ബാർ തന്നിട്ടുണ്ട്, മോഡുലാർ റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രാസിൻ്റെ സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കോപ്പറിൻ്റെ സ്ട്രെസ്സോട്ട് കൂടെ ഈ മോഡുലാർ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്ട്രെസ് ഇൻ ദ ബ്രാസ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോർമുല, ഈ ഒറ്റ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം സ്ട്രെസ്സസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡിക്രീസ് ആവുകയാണെങ്കിലും നമ്മുടെ ബോഡി നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൽ എക്സ്പാൻഡ് ആവും അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആവും. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാനുള്ളതാണ്. അപ്പോൾ ഇഫ് ദ ബോഡി ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഫ്രീലി, നോ സ്ട്രെസ്സസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബോഡി. ഓക്കെ, അത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുവാണെങ്കിൽ ഒരു സ്ട്രെസ്സും വരത്തില്ല. ഇങ്ങനെ അഴുത്തി പിടിക്കുമ്പോഴാണ് അതിനകത്ത് സ്ട്രെസ്സസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിലേഷനാണ് ഡെൽറ്റ L ഇസ് ഈക്വൽ ടു L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി ആണ്. ഈ ആൽഫ എന്ന് പറയുന്നതാണ് കോയിഫിഷ്യൻറ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പം അതിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് തെർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു E ഇൻറ്റു സ്ട്രെയിൻ ആണ്. E ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ആണ്. സ്ട്രെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൻ്റെ ഫോർമുല thermal stress is equal to Young's modulus into strain, Young's modulus E into alpha into T ആണ്. ഈ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ അവർ തന്നിരിക്കും, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അവർ തന്നിരിക്കും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തെർമൽ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് സ്ട്രെസ്സസ് ഇൻ ദ ടെമ്പറേച്ചർ സ്ട്രെസ് ഇൻ ദ കോമ്പോസിറ്റ് ബാർസ്. ആക്ച്വലി ലോഡഡ് ബാർസിനകത്ത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി അണ്ടർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ലോഡിങ്ങിൽ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ, W/area. ഇത് നോർമലായിട്ട് നമ്മൾ പഠിക്കുന്ന ഫോർമുലയാണ്. സഡൻലി അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് ഡബിൾ ടൈംസ് സിഗ്മ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു W/A, ലോഡ് ബൈ ഏരിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഗ്രാജുവലി അപ്ലൈ ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ സ്ട്രെസ്, ഇഫ് ദ ലോഡ് ഇസ് അപ്ലൈഡ് സഡൻലി വാട്ട് ഹാപ്പൻസ് ടു ദ സ്ട്രെസ് എന്ന് അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഗ്രാജുവലി അപ്ലൈഡ് ആണെങ്കിൽ നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന ഫോർമുലയാണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. സഡൻലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ ട്വൈസ് ആകും. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, ആക്ച്വലി ലോഡഡ് ബാർസിൻ്റെ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ സ്ട്രെസ് നമ്മൾ കണ്ടു. ഇനി അടുത്ത് പോയ്സൺസ് റേഷ്യോ എന്തുവാ? ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ പ്രൈമറി സ്ട്രെയിൻ. ഓക്കെ, ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലീനിയർ എ ആണ് ആദ്യം പറയേണ്ടത്. ലാറ്ററൽ ഡിവൈഡഡ് ബൈ ലീനിയർ ഓർ സെക്കൻഡറി ഡിവൈഡഡ് ബൈ പ്രൈമറി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിനെ പ്രത്യേകം ഒന്ന് നോക്കേണ്ടത്. ഇതിന് നോ യൂണിറ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പോയ്സൺസ് റേഷ്യോ എന്ന് അവർ ചോദിക്കും. അത് നോ യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. എലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് നമുക്ക് 3 എണ്ണം ഉണ്ട്. ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, യങ്സ് മോഡുലസ്. അപ്പോൾ ബൾക്ക് മോഡുലസിനെ നമ്മൾ K എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി നമ്മൾ G ഓർ C ഓർ N നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് E എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ് ബൾക്ക് മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ഡിവൈഡ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ 3 എണ്ണത്തിൻ്റെ റിലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർമുല കറക്റ്റ് ചെയ്യാൻ പറയാം.
അങ്ങനെ ഓപ്ഷൻസ് വരാം. അല്ലെങ്കിൽ ഈ ഫോർമുലാസ് വെച്ചിട്ട് പ്രോബ്ലം തന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഫോർമുലാസ് നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പം അത് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞാൻ എളുപ്പത്തിന് പറഞ്ഞു തരാം. ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ KGF നമ്മൾ ഓർക്കുന്നുണ്ട്, ആ എഫിന് പകരം നമ്മൾ ഇന്ന് എഴുതാം. ഓക്കെ, KGE. പിന്നെ വിത്ത് റെസ്പെക്ട് ടു പോയ്സൺസ് റേഷ്യോ ആണ്. പോയ്സൺസ് റേഷ്യോ അറിയാലോ, ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. മ്യൂന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഈ E ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് E ഈസ് ഈക്വൽ ടു 1 2 3 എടുക്കാം. ഓക്കെ, ഈന് ഇത് ഏത് നമ്പറിലാണ് ഇരിക്കുന്നത്? 3ലാണ് ഇരിക്കുന്നത്. അപ്പോൾ 3K. ഓക്കെ, 3K ഇൻറ്റു 1 മൈനസ് 1 എഴുതി 3 എഴുതി, അടുത്ത് എന്താ ഉള്ളത്? 2 ആണ് ഉള്ളത്. 1 മൈനസ് 2 മ്യൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇയും ജിയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുക. E ഈസ് ഈക്വൽ ടു ജി എപ്പോൾ എവിടെയാണ് 2ലാണ് ഉള്ളത്. അപ്പോൾ 2G ഇൻറ്റു, ഓക്കെ, 2G ഇൻറ്റു അവിടെ ആൾറെഡി മൈനസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 1 പ്ലസ് മ്യൂ. ഓക്കെ, 1 2 വന്നു. അപ്പോൾ അടുത്ത നമ്പർ ഇല്ലല്ലോ, അതുകൊണ്ടാണ് മ്യൂന്ന് എഴുതി. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയത് 3ലാണ്. 3 എഴുതി 1 എഴുതി. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. 1 2 3 1 2. മനസ്സിലായി? ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മറക്കത്തില്ല. അപ്പോൾ KGE മ്യൂ ആണ് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈയിലിருந்து ഇതിൻ്റെ പൊസിഷൻസ് നമ്മൾ മാർക്ക് ചെയ്തു. 1 2 3 മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം ഇക്കും കെക്കും ഉള്ള റിലേഷനാണ് E ഈസ് ഈക്വൽ ടു K ഏത് നമ്പറിലാണ് ഇരിക്കുന്നത്? 3 ആണ്. അപ്പോൾ 3K ഇൻറ്റു 1 മൈനസ് 1 3 എഴുതി. അപ്പോൾ 2 ആണ്, 2 മ്യൂ. ഓക്കെ, ഇനി അടുത്ത് ഇയും ജിയും, ജീൻ്റെ പൊസിഷൻ ഏതാണ്? 2 ആണ്. അപ്പോൾ 2G ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഓക്കെ, അപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചോ എലാസ്റ്റിക് കോൺസ്റ്റൻറ്റിൻ്റെ റിലേഷൻ. ഈ പോയ്സൺസ് റേഷ്യോ നമ്മൾ നോക്കിയില്ലേ? പോയ്സൺസ് റേഷ്യോ ലാറ്ററൽ ബൈ ലീനിയർ സ്ട്രെയിൻ നമ്മൾ നോക്കി. അപ്പം അതിന് യൂണിറ്റ് ഇല്ലെന്ന് നമ്മൾ നോക്കി. നോ യൂണിറ്റ് ആണ് നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ വാല്യൂ 0 ലെസ് ദൻ ആർ ഈക്വൽ ടു മ്യൂ ലെസ് ദൻ ആർ ഈക്വൽ ടു 0.5. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 തൊട്ട് 0.5 വരെയേ കാണത്തുള്ളൂ. ഇത് 0.5ൻ്റെ മുകളിലും പോകത്തില്ല, നെഗറ്റീവ് നമ്പേഴ്സിലെയും ആൻസർ കിട്ടത്തില്ല. അതാണ് പോയ്സൺസ് റേഷ്യോ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കണേ. 0 to 0.5 വരെയേ അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഏറ്റവും 0 എന്ന് പറയുന്നത് കോർക്കിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, 0.5 എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ബോഡി ആയിരിക്കും. 0.5 അതിൻ്റെ എക്സാമ്പിളാണ് റബ്ബർ. ഓക്കെ, റബ്ബറിൻ്റെ വാല്യൂ 0.5 ആയിരിക്കും, കോർക്കിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം അതിന് ഇടപ്പെട്ട ഉള്ളതാണ് മൈൽഡ് സ്റ്റീല്, മെറ്റൽസ്, കോൺക്രീറ്റിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം. ഏതിലെയാണ് 0 വരുന്നത്, ഏത് മെറ്റീരിയലാണ് 0.5 വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തത് ബീംസ്, കോൺസെപ്റ്റ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ലോഡിംഗ് റേറ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ലോഡ്. W എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ആകുമ്പോൾ ലോഡായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ലോഡ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോഡിംഗ് അറ്റ് ദ സെക്ഷൻ. Rate of change of bending moment along the length of the beam is equal to the shear force. dm by dx is equal to sx. Okay, bending moment will be 0 at the hinge. Bending moment is maximum or minimum in the shear force is 0 or changes at its sign at a section. Point of contraflexure is that the point where the bending moment changes its signs generally occurs in the overhanging beam. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ റിലേഷനും നോക്കിയിരിക്കണം. പിന്നെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ചില പോയിൻറ്റ്സ്, ഹിഞ്ചിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇസ് മാക്സിമം ഓർ മിനിമം എപ്പോഴാണ്? ഷിയർ ഫോഴ്സ് 0 അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ചേഞ്ച് ആകുമ്പോഴത്തേക്ക്, സൈൻ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ആയിരിക്കാം.
Point of contraflexure is that bending moment changes its sign ആണെങ്കിൽ point of contraflexure. Shear force and bending moment diagram of the cantilever beams, simply supported beams and overhanging beams. Okay. അപ്പോൾ അത് ആദ്യം നോക്കാം. ഇത് പഠിക്കുന്ന മുൻപ് നമ്മൾ ടൈപ്സ് ഓഫ് ലോഡിങ് ആൻഡ് ഇറ്റ് സ്ലോപ്പ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഒരു ടാബ്ലർ കോളം ഇട്ടിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് ലോഡാണ്, അതിൻ്റെ ഷിയർ ഫോഴ്സിൻ്റെ സ്ലോപ്പ്, ഇത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സ്ലോപ്പ്. പോയിൻറ്റ് ലോഡ് ആർ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബെൻഡിങ് മൊമെൻറ്റ് ലീനിയർ ആയിരിക്കും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഈ ലീനിയർ പാരബോളിക് ആയിരിക്കും, ഇത് നേരെ ഇങ്ങോട്ട് വരും. യു വി എൽ ആണെങ്കിൽ യൂണിഫോംലി വേരിയബിൾ ലോഡ് ആണെങ്കിൽ, വേരിയിങ് ലോഡ് ആണെങ്കിൽ ഈ പാരബോളിക് ഇങ്ങോട്ട് വരും, ക്യൂബിക് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റൻറ്റ്, ക്യൂബിക്, ലീനിയർ, പാരബോളിക്. ഓക്കെ, അപ്പോൾ ഈ ടാബ്ലർ കോളം ഒന്ന് ഓർത്ത് വയ്ക്കണം. പോയിൻറ്റ് ലോഡ്, യു ഡി എൽ, യു വി എൽ, സ്ലോപ്പ് ഓഫ് ദി ഷിയർ ഫോഴ്സ്, സ്ലോപ്പ് ഓഫ് ദി ബെൻഡിങ് മൊമെൻറ്റം. ഓക്കെ, പോയിൻറ്റ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സ്ലോപ്പ് ലീനിയർ ആയിരിക്കും. യു ഡി എൽ ആണെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ സ്ലോപ്പ് ലീനിയർ, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സ്ലോപ്പ് പാരബോളിക്. യു വി എൽ ആണെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ സ്ലോപ്പ് പാരബോളിക്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സ്ലോപ്പ് ക്യൂബിക് ആയിരിക്കും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാൻറ്റിലിവർ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. കാൻറ്റിലിവർ ബീമിൽ നമ്മൾ ആദ്യം പോയിൻറ്റ് ലോഡ് എന്താണുള്ളത് നോക്കാം. ഓക്കെ, പോയിൻറ്റ് ലോഡ് ഇത് യു ഡി എൽ, ഇത് യു വി എൽ. ഓക്കെ, പോയിൻറ്റ് ലോഡ് നിങ്ങൾക്ക് ഡയഗ്രാം ഒക്കെ അറിയാമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തുവാ, സ്ലോപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് വിൽ ബി കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് അല്ലേ ഇത്? കോൺസ്റ്റൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സ്ലോപ്പ് ഏതാ? ലീനിയർ. അത് ലീനിയർ. ഓക്കെ, അതുപോലെ തന്നെ യു ഡി എൽ ആണെങ്കിൽ കാൻറ്റിലിവർ ബീമാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എൽ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് വിൽ ബി ലീനിയർ, അടുത്തുള്ളത് പാരബോളിക്. ഓക്കെ, യു വി എൽ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് ആണെങ്കിൽ പാരബോളിക്, അടുത്തത് ക്യൂബിക്. ഓക്കെ, അപ്പം ഇതുപോലെ അടുത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസിനകത്ത് അതുപോലെ തന്നെ പോയിൻറ്റ് ലോഡ് യു ഡി എൽ, യു വി എൽ. ഓക്കെ, ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കോണം. സെൻട്രലിലാണ് ലോഡ് അപ്ലൈ ആകുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് W/2, ഇപ്പുറത്തെ സൈഡ് W/2. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ് അക്കറാകുന്നത്? ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ ആണ്. നേരത്തെ നമ്മൾ നോക്കിയില്ലേ, ചേഞ്ചസ് ഇറ്റ് സൈനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. WL/4 ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ, ബെൻഡിങ് മൊമെൻറ്റ് ഇസ് മാക്സിമം. അപ്പോൾ യു ഡി എൽ ആകുമ്പോൾ ഇതേതാ? ലീനിയർ ആണ്. സ്ലോപ്പ് ഏതാ? ലീനിയർ ആണ്. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഇത് ലീനിയർ ആണ്. ഓക്കെ, യു ഡി എല്ലിൽ സ്ലോപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ W/m അതിൻ്റെ ഷിയർ ഫോഴ്സ് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? WL/2 ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് എവിടെയാണ് ചേഞ്ച് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയായിരിക്കും നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, WL²/8. അത് ഏതാ? സ്ലോപ്പ് ഏതാ? പാരബോളിക് ആണ്. അപ്പോൾ യു വി എൽ ആകുമ്പോഴത്തേക്ക് സ്ലോപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് വിൽ ബി പാരബോളിക്, ബെൻഡിങ് മൊമെൻറ്റ് ക്യൂബിക്. ഓവർ ഹാങ്കിങ് ബീംസിൽ അതുപോലെ തന്നെ പോയിൻറ്റ് ലോഡ് യു ഡി എൽ, ഇത് കോൺസ്റ്റൻറ്റ്. സ്ലോപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇവിടെ ലീനിയർ ആയിരിക്കും. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ആണ് ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്. ഓക്കെ, തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിനകത്ത് നമ്മുടെ ഓവർ ഹാങ്കിങ് ബീമിൻ്റെ എക്സാമ്പിളാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സപ്പോർട്ട് AB ഉണ്ട്, 2 എഡ്ജിലെയും നമ്മൾ എൻഡിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു W. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് വരച്ചു, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ദർ ഇസ് നോ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് A and B. അതുകൊണ്ട് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് ദ ബെൻഡിങ് മൊമെൻറ്റ് ബിറ്റ്വീൻ A and B is constant. That is, the stress will be set up in that length of beam is due to the bending moment. ഈ ഭാഗത്തിനകത്ത് വരുന്ന സ്ട്രെസ്സ്
ഈ ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ടായിരിക്കും. അതാണ് പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഡെവലപ്ഡ് വിൽ ബി ബെൻഡിങ് സ്ട്രെസ്. അപ്പം ഇതിനകത്ത് നമ്മൾ കുറേ അസംഷൻസ് എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഓഫ് ദ ബീം സെയിം ആണ്. ഓക്കെ, ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക് എന്നാണ് എടുക്കുന്നത്. ഹോമോജീനിയസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ സെയിം ആണ്. ഐസോട്രോപ്പിക് എന്ന് പറയുന്നത് എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആർ ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇത് ഒരു പ്രാവശ്യം നിങ്ങളുടെ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആർ ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ് അത് ഏതാണെന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഐസോട്രോപ്പിക് ഉണ്ടായിരുന്നു. ഹോമോജീനിയസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ സെയിം ആണ്. ഐസോട്രോപ്പിക് എന്ന് പറയുന്നത് എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആർ സെയിം ആണ്. ഓക്കെ, സെക്കൻഡ് അസംഷൻ എന്തുവാണെന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ഓക്കെ, ഈ യങ്സ് മോഡുലസ് ടെൻഷൻ ഭാഗത്തിലെയും കംപ്രഷൻ ഭാഗത്തിലെയും സെയിം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രാവേഴ്സ് സെക്ഷൻ വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ദ ബെൻഡിങ്. ഓക്കെ, ആ സെക്ഷൻ ബെൻഡിങ് നടക്കുന്ന മുൻപും ബെൻഡിങ് കഴിഞ്ഞിട്ടും ആ ഏരിയ സെയിം ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് ബീം ഇസ് സ്ട്രെയിറ്റ് അറ്റ് ഫസ്റ്റ് ആൻഡ് ഓൾ ദ ലോങ്ങിറ്റ്യൂഡിനൽ ഫിലമെൻറ്റ്സ് ബെൻഡ് സർക്കുലർ ആർക്സ് വിത്ത് എ കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഫസ്റ്റ് ബീം സ്ട്രെയിറ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്ട്രെസ്സൊക്കെ നടന്ന് തീരുമ്പോൾ ഇത് കർവ് സർക്കുലർ ആർക്ക് ഇങ്ങനെ ഫോം ആകുന്നുണ്ട്. ഇങ്ങനെ വിത്ത് എ കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇത് ബീം ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ലാർജ് കമ്പയർഡ് വിത്ത് ഡയമെൻഷൻസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ. അപ്പോൾ ക്രോസ് സെക്ഷനിൽ എടുക്കുന്ന ഡയമെൻഷനെ കാട്ടിലും ഈ റേഡിയസ് ഓഫ് ദ കർവേച്ചർ കൂടുതലാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഈച്ച് ലെയർ ഇസ് ഫ്രീ ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് ഇൻഡിപെൻഡൻ്റ്ലി. അതിൽ ആരും പിടിച്ചുകൊണ്ട് വെക്കുന്നില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് എക്സ്പാൻഡും ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാക്ട് കംപ്രസ്സും ആകാം. ഓക്കെ, അപ്പം ബിഫോർ ബെൻഡിങ്ങിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ആഫ്റ്റർ ബെൻഡിങ്ങിലുള്ള ഡയഗ്രാമും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബിഫോർ എന്തൊക്കെയാണ് നമ്മൾ സ്ട്രെയിറ്റ്, ആഫ്റ്റർ വിത്ത് കോമൺ പോയിന്റ് റേഡിയസ് ഓഫ് കർവേച്ചർ വിത്ത് കോമൺ റേഡിയസ് ബീം വളയുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോക്കി. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടല്ലോ. ഈ ന്യൂട്രൽ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ലെങ്ത് ഇൻക്രീസ് ആവും. ഔട്ടറിലെ ലെങ്ത് ഇൻക്രീസ് ആകും, ഇന്നറിലെ ലെങ്ത് ഡിക്രീസ് ആവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഔട്ടർ കർവേച്ചറിലെ ലെങ്ത് ഇൻക്രീസ് ആകുന്നുണ്ട്, ഇന്നർ കർവേച്ചറിലെ ലെങ്ത് ഡിക്രീസ് ആകുന്നുണ്ട്. ന്യൂട്രൽ ആക്സിസിൽ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിനകത്ത് amount by which a layer increases or decreases in length depends upon the position of the layer with respect to the neutral axis. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസിലെന്ത് എത്രത്തോളം അതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടായിരിക്കും ആ ലെയർ ഇൻക്രീസ് ആകുന്നുണ്ടോ ഡിക്രീസ് ആകുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കിയില്ലേ, ന്യൂട്രൽ ആക്സിസിലെന്ത് ഔട്ടർ കർവേച്ചറിൽ ലെങ്ത് ഇൻക്രീസ് ആകും നമ്മൾ നോക്കി. ഇന്നർ കർവേച്ചറിൽ ലെങ്ത് ഡിക്രീസ് ആകും നോക്കി. ഇത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ എക്സ്പ്രഷൻ ഫോർ ദ സിമ്പിൾ ബെൻഡിങ് ഇക്വേഷനിൽ m/i is equal to f/y is equal to e/r. ഓർ എഫിന് പകരം നമ്മൾ സിഗ്മാനും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ പറയുമെന്ന് വെച്ചാൽ മേ ഐ ഫൗണ്ട് യു എലിസബത്ത് റാണി. മേ m/i is equal to f/y is equal to e/r. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു e/r ഇൻറ്റു y ആണ്. e/r എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സ്ട്രെസ് ഇൻ എനി ലെയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ആ ന്യൂട്രൽ ആക്സിസിലെന്ത് എത്രത്തോളം ഡിസ്റ്റൻസോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, വേരിയേഷൻ ഓഫ് ബെൻഡിങ് സ്ട്രെസ് ഇസ് ലീനിയർ. സെക്ഷൻ മോഡുലസ്, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സെക്ഷൻ മോഡുലസ് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സെക്ഷൻ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. Z is equal to I/y max. ഓക്കെ, Z is equal to I/y max. അപ്പം ഇത് എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ m/i is equal to f/y. സ്ട്രെസ് ബൈ y നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്.
അപ്പോൾ എം ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ മാക്സ് ഇൻറ്റു സിഗ്മ മാക്സ്. ഈ ഐ ബൈ വൈ എന്തുവാ? സെക്ഷൻ മോഡുലസ് ആണ്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ് മാക്സിമം സ്ട്രെസ് ഇൻറ്റു സ്ട്രെങ്ത് സെക്ഷൻ മോഡുലസ് ആണ്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഓർ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെക്ഷൻ ഇസ് മാക്സിമം. ഇത് എപ്പോഴാണ് മാക്സിമം ആയിരിക്കും? വെൻ ഇസഡ് ഇസ് മാക്സിമം. ഓക്കെ, സെക്ഷൻ മോഡുലസ് മാക്സിമം ആണെങ്കിൽ നമ്മുടെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസും മാക്സിമം ആയിരിക്കും. ഇസഡ് റെപ്രസെൻറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബീം. ഓക്കെ, സെക്ഷൻ മോഡുലസ് റെപ്രസെൻറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബീം. അപ്പം അതിനനുസരിച്ചിട്ട് റെക്ടാങ്കിളിന് അതിൻ്റെ ഉള്ള ഫോർമുല, ഹോളോ റെക്ടാങ്കുലർ സെക്ഷനുള്ള ഫോർമുല, സർക്കുലർ സെക്ഷൻ്റെ ഫോർമുല, ഹോളോ സർക്കുലർ സെക്ഷൻ്റെ ഫോർമുല. അപ്പോൾ അത് അവരിങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ Z is equal to I by Y എന്ന് നമുക്കറിയാം. bending moment of inertia for the rectangular section is BDQ by 12 divided by D by 2. അപ്പോൾ BD square by 6. അപ്പോൾ നിങ്ങൾക്ക് ഇത് മക പെയിനൊന്നും ആവശ്യമില്ല. ഈ ഫോർമുല അറിയുവാണെങ്കിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം BD square by 6 കാര്യം. ഓക്കെ, ഇത് മാത്രം ഓർത്താൽ മതി. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡ് ബൈ എക്സ്ട്രീം Y മാക്സ് ആണ്. അത് റെക്ടാങ്കുലറിന് D by 2 ആണ്, എല്ലാത്തിനും D by 2 ആണ്. ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ D by 2 ആണ്, സർക്കുലർ സെക്ഷൻ D by 2 ആണ്, സർക്കുലർ സെക്ഷനും D by 2 ആണ്. അപ്പം ഈ മുകളിലത്തെ ഉള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഫോർ ദ റെക്ടാങ്കിൾ BDQ by 12. ഹോളോ റെക്ടാങ്കിൾ സെക്ഷൻ ആണെങ്കിൽ ദ സെയിം തിങ്, ഔട്ടർ മോസ്റ്റ് ക്യാപിറ്റൽ BD ക്യൂബ് മൈനസ് സ്മോൾ BD ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ്. ഹോളോ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ പൈ ബൈ 64 D raised to 4 മൈനസ് സ്മോൾ D raised to 4. നോർമൽ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ പൈ ബൈ 64 D raised to 4. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെക്ഷൻ മോഡുലസ് എന്താണെന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഷിയർ സ്ട്രെസ് ഇൻ ദ ബീംസ് നമ്മൾ ആൾറെഡി ഷിയർ സ്ട്രെസ് ഇവിടെ നോക്കിയില്ലേ ബെൻഡിങ് സ്ട്രെസ്സിൽ. അപ്പം അതിൻ്റെ ഫോർമുലയാണ് റെക്ടാങ്കുലർ സെക്ഷൻ കണ്ടുപിടിക്കാൻ. റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ടൗ ഷിയർ സ്ട്രെസ് എങ്ങനെ F/2y ഇൻറ്റു D² ഡിവൈഡഡ് ബൈ 4 മൈനസ് Y². അപ്പം ഇതിനകത്ത് ടൗ മാക്സ് ഇസ് ഈക്വൽ ടു 1.5 ടൗ ആവറേജ്. ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 ടൗ ആവറേജ്, 3/2 ഓഫ് ആവറേജ് ഷിയർ സ്ട്രെസ്. ഓക്കെ, സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ 4/3 ഓഫ് ടൗ ആവറേജ്. ഓക്കെ, ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ഇത് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ബെൻഡിങ് സ്ട്രെസ് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരു ആ ബീമിനകത്തുള്ള ബെൻഡിങ് സ്ട്രെസ് കോൺസ്റ്റൻറ്റ്, അത് വിച്ച് ഇസ് ഈക്വൽ ടു അലോവബിൾ സ്ട്രെസ് ആണെങ്കിൽ ആ ബീം ആ ടൈപ്പിലുള്ള ആണ് നമ്മൾ യൂണിഫോം സ്ട്രെങ്ത്തിന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തുവാ ഒരു ബീമിനകത്ത് ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്, ആ ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ദ അലോവബിൾ സ്ട്രെസ് ആണെങ്കിൽ ആ ബീമിനെ നമ്മൾ യൂണിഫോം സ്ട്രെങ്ത്തിലുള്ള ബീമാണെന്ന് നമ്മൾ പറയും. അത് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് വെച്ചാൽ വിത്ത് യൂണിഫോമായിട്ട് ഡെപ്ത്ത് വേരി ചെയ്യാം, അല്ലെങ്കിൽ ഡെപ്ത്ത് യൂണിഫോം ആക്കിയിട്ട് വിത്ത് വേരി ചെയ്യാം, അല്ലെങ്കിൽ വേരിയിങ് ദ വിത്ത് ആൻഡ് ഡെപ്ത്ത് ബോത്ത് രണ്ടിയും മാറ്റിയിട്ട് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ കോമൺ മെത്തേഡ് എന്തുവാണെന്ന് വെച്ചാൽ ദ കോമൺ മെത്തേഡ് ഓഫ് ഒബ്ടൈനിങ് ദ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ഇസ് ബൈ കീപ്പിംഗ് ദ വിത്ത് യൂണിഫോം ആൻഡ് വേരിയിങ് ദ സ്ട്രെങ്ത്. ഈ 3 മെത്തേഡ് ഉണ്ടെങ്കിലും വിത്ത് യൂണിഫോം ആക്കി വെച്ചിട്ട് ഡെപ്ത്ത് വേരി ചെയ്തിട്ട് നമുക്ക് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാം. പ്രിൻസിപ്പൽ സ്ട്രെസ്സിനകത്ത് എ ബോഡി സബ്ജക്റ്റ് ടു ഡയറക്റ്റ് സ്ട്രെസ് ഇൻ വൺ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബോഡി, ആ ബോഡീന് നമുക്കൊരു ഡയറക്റ്റ് സ്ട്രെസ്സ്, ഒരു ടെൻസൈൽ സ്ട്രെസ്സാണ് ഒരു പ്ലെയിനിൽ മാത്രമാണ് ആക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നോർമൽ സ്ട്രെസ്സിൻ്റെ ഫോർമുല σn ഇസ് ഈക്വൽ ടു സിഗ്മ cos സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, ഷിയർ സ്ട്രെസ്സ് ടൗ ഇസ് ഈക്വൽ ടു σ/2 sin 2θ ആണ്. ഓക്കെ, റിസൾട്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം σn² + τ² ആണ്. അപ്പം എപ്പോഴാണ് ഇത് നോർമൽ സ്ട്രെസ്സ് എപ്പോഴാണ് മാക്സിമം ആകുന്നതെന്ന് വെച്ചാൽ θ0 ആയിരിക്കുമ്പോൾ. θ0 എന്ന് വെച്ചാൽ cos സ്ക്വയർ θ ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പം σn ഇസ് ഈക്വൽ ടു സിഗ്മ എന്ന് മാറും. ഓക്കെ,
മാക്സിമം ഷിയർ സ്ട്രെസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ 2θ is equal to 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി. ഓക്കെ, അപ്പോഴായിരിക്കും 1 വരുന്നത്. അപ്പോൾ 2θ 90 ആണെങ്കിൽ θ ഏത് വാല്യൂ ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ 135 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടൗ മാക്സ് ഇസ് ഈക്വൽ ടു σ/2. അപ്പം ഒരു ബോഡിയിൽ നമുക്ക് ഒരു സ്ട്രെസ്സ് മാത്രമേ, ഒരു പ്ലെയിനിൽ മാത്രമേ സ്ട്രെസ്സ് വരുവാണെങ്കിൽ നമുക്ക് ഉള്ള മാക്സിമം നോർമൽ സ്ട്രെസ്സ് എപ്പോഴാണ് വരുന്നത്? θ is equal to 0 ആയിരിക്കുമ്പോൾ വരുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ്സ് വരുന്നത് θ is equal to 45 ഡിഗ്രിയിലാണ് വരുന്നത്. ഓക്കെ, ഈ ആംഗിൾ θ. അപ്പോൾ ടൗ σn is equal to സിഗ്മ, ടൗ മാക്സ് is equal to half of normal stress. ഓക്കെ, മാക്സിമം നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ടൗ മാക്സ്. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്ട്രെസ് ആക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നോർമൽ സ്ട്രെസ് എങ്ങനെ, അതിൻ്റെ ഷിയർ സ്ട്രെസ് എങ്ങനെ, പിന്നെ അത് എപ്പോഴാണ് മാക്സിമം, അതിൻ്റെ വാല്യൂസാണ്. അപ്പം നോർമൽ സ്ട്രെസ് എങ്ങനെ വരുന്നത്? σn is equal to σx plus σy divided by 2 plus σx minus σy divided by 2 into cos 2θ. ഇവിടെ cos, ഇവിടെ cos. ഓക്കെ, ടാൻജൻഷ്യൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് σx minus σy divided by 2 into sin θ. ഓക്കെ, നോർമൽ എപ്പോഴും ചെയ്യുന്നത് പോലെ, റിസൾട്ടൻറ്റ് എപ്പോഴും ചെയ്യുന്നത് പോലെ σn the whole square minus plus tau square. മാക്സിമം നോർമൽ സ്ട്രെസ് എപ്പോഴാണ് വരുന്നത്? θ ഈ cos 2θ 1 ആയിരിക്കുമ്പോഴാണ്. എപ്പോഴാണ് വരുന്നത്? θ is equal to 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ. θ is equal to 0 ആകുമ്പോൾ tau n max is equal to σx. മിനിമം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ 2θ മൈനസ് ആയിരിക്കുമ്പോഴാണ്. cos 2θ is equal to -1 ആകുമ്പോഴാണ്. എപ്പോഴാണ് ആ കണ്ടീഷൻ അച്ചീവ് ആകുന്നത്? θ is equal to 90 ഡിഗ്രിയിലായിരിക്കുമ്പോൾ. അപ്പോൾ σn മിനിമം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ θ is 90 ഡിഗ്രി. മാക്സിമം എപ്പോഴാണ് വരുന്നത്? 0 ഡിഗ്രിയിൽ മാക്സിമം, 90 ഡിഗ്രിയിൽ മിനിമം. ഓക്കെ, σn maximum is equal to σx, σn minimum is equal to σy. ഓക്കെ, ഈ രണ്ട് പ്ലെയിനിലെയും 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കണ്ടീഷനകത്ത് ഇതൊന്നും ഏത് ക്യാരി ചെയ്യുന്നില്ല, ഷിയർ സ്ട്രെസ് ക്യാരി ചെയ്യുന്നില്ല. ഓക്കെ, ദ 2 പ്രിൻസിപ്പൽ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് 0 ഡിഗ്രി 90 ഡിഗ്രി at right angle to each other ആയിരിക്കുമ്പോൾ one carries the maximum, that is sigma x, the other carries the minimum, sigma y. Okay, the 2 principal planes do not carry any shear stress. Okay, maximum tangential അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാണ് ആ കണ്ടീഷൻ അച്ചീവ് ആകുന്നത്? sin 2θ 1 ആയിരിക്കുമ്പോൾ. ഓക്കെ, sin 2θ എപ്പോഴാണ് വരുന്നത്? 2θ 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി. ദാറ്റ് മീൻസ് θ 45 ഡിഗ്രി അല്ലെങ്കിൽ 135 ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു സൈഡിൽ മാത്രമേ, ഒരു 1 പ്ലെയിൻ കണ്ടീഷനാണ്, ഇത് 2 പ്ലെയിൻ കണ്ടീഷനാണ്. ആ 2 പ്ലെയിനിലെയാണ് σn മാക്സിമം കണ്ടുപിടിക്കുന്നുണ്ട്, σn മിനിമം കണ്ടുപിടിക്കുന്നുണ്ട്. σn മാക്സിമമിൽ σx ആയിട്ട് മാറും, ഇത് σy ആയിട്ട് മാറും. ഈ രണ്ട് ഇതിലും നമുക്ക് ഷിയർ സ്ട്രെസ് അത് ക്യാരി ചെയ്യുന്നില്ല. ആ 2 പ്ലെയിനും ഷിയർ സ്ട്രെസ് ക്യാരി ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന കണ്ടീഷനാണ് θ 45 ഡിഗ്രിയിലായിരിക്കുമ്പോഴാണ് വരുന്നത്. ഓക്കെ, ടൗ മാക്സ് ഇസ് ഈക്വൽ ടു σx മൈനസ് σy ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് വെച്ചിട്ട് ഇത് പഠിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ഇത് സിഗ്മ നമ്മൾ എഴുതിയത് σx σyന് നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ σ/2 ഉള്ളത് നമ്മൾ σx മൈനസ് σy ഡിവൈഡഡ് ബൈ 2 എഴുതുന്നുണ്ട്. ബാക്കി എല്ലാ കണ്ടീഷനും സെയിമാണ്. 0 ഡിഗ്രി 0 ഡിഗ്രി, 2θ 90 ഡിഗ്രി 2θ 90 ഡിഗ്രി, 270 ഡിഗ്രി 270 ഡിഗ്രി. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഷിയർ സ്ട്രെസ് വരുവാണെങ്കിൽ ആ കണ്ടീഷൻ എന്തുവാ? ഇതിൻ്റെ കൂടെ ഷിയർ സ്ട്രെസ് വരുവാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്തുവാണെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ, അതായത് ഒരു ടെൻസൈൽ സ്ട്രെസ്സും അതിൻ്റെ കൂടെ ഷിയർ സ്ട്രെസ് വരുവാണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. σn maximum is equal to σ/2 σx/2 plus 1/2 of σx the whole square plus 4 tau xy the whole square.
സിഗ്മ എൻ മിനിമംന് ഈ പ്ലസിന് പകരം മൈനസ് ഇടണം. ബാക്കി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇത് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ എൻ മാക്സിമം മൈനസ് സിഗ്മ എൻ മിനിമം ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോഴത്തേക്ക് ഇത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഹാഫ് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് 4 tau എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കണ്ടീഷൻ്റെ കൂടെ ടൗ എക്സ് വൈ ഷിയർ സ്ട്രെസ് വരുവാണെങ്കിൽ ദ സെയിം തിങ് ഇതിൻ്റെ കൂടെ സിഗ്മ വൈന് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 പ്ലസ് ഹാഫ് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ പ്ലസ് 4 tau എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മിനിമംന് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 മൈനസ് ഹാഫ് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 tau എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. മാക്സിമം ഷിയർ സ്ട്രെസ് the same formula sigma n maximum minus sigma n minimum divided by 2. അപ്പോഴത്തേക്ക് നമുക്ക് ഹാഫ് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 tau എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ്. ഇത് വെച്ചിട്ട് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡ്യൂളിലോട്ട് പോകാം.